السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. 5ാം ക്ലാസ്സിലാണ്. നമുക്കിപ്പോൾ തഫ്സീർ പുതിയ വിഷയമല്ല, തുടർച്ചയാണ്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് ഈ പ്രാവശ്യമുള്ളത്. എല്ലാവർക്കും സിലബസ് ലഭ്യമാണ് എന്ന് വിചാരിക്കുന്നു. നമുക്ക് സൂറത്തുൽ ഇസ്രാ മുതലാണ് ഇപ്രാവശ്യം ഫസ്റ്റ് സെം മുതലുള്ളത്. സൂറത്തുൽ ഇസ്രാ മുഅയ്യനായ ഭാഗം കൂടിയാണ്. നമുക്ക് അധിക വായനയ്ക്ക് റഫറൻസിന് വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള കിതാബുകൾ തഫ്സീർ അബ്സഅദും ജൗഹരിയുമാണ്. ഈ 2 കിതാബുകളാണ് നമുക്ക് അധിക വായനയ്ക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ഏതായാലും എല്ലാവർക്കും അറിയുന്നത് പോലെ നമുക്ക് കൂടുതൽ വിശദീകരണങ്ങൾ വേണ്ടിടത്ത് ഈ കിതാബുകളെ അവലംബിച്ചുകൊണ്ട് മുഅയ്യനായ ഭാഗങ്ങളിൽ നമുക്ക് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ അതുകൊണ്ട് സജീവമായ എല്ലാവരും ക്ലാസ്സിൽ പങ്കെടുക്കണം എന്ന് ഉണർത്തി കൂടുതൽ വിശദീകരണങ്ങളും ആമുഖങ്ങളും ഇല്ലാതെ പാഠത്തിലേക്ക് കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമിൽ ബർക്കത്ത് ചെയ്യുന്നതാവട്ടെ. പഠിക്കുന്നത് അതനുസരിച്ച് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാനുള്ള സൗഭാഗ്യം തൗഫീഖ് അല്ലാഹു നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അപ്പോൾ ബനു ഇസ്രായീൽ അല്ലെങ്കിൽ സൂറത്തുൽ ഇസ്രാ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സൂറത്ത് വളരെ പ്രാധാന്യമുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രവുമായി വല്ലാതെ ബന്ധമുള്ളതാണ്. ഈ സൂറത്തിൻ്റെ അവതരണ കാലം എല്ലാവർക്കും അറിയാം. അത് മിഅ്റാജ്, ഇസ്രാ മിഅ്റാജ് ഉണ്ടായതുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ തുടക്കം തന്നെ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാലം എന്ന് പറയുന്നത് നബി തങ്ങളുടെ ഹിജ്റയ്ക്ക് തൊട്ട് മുമ്പ്, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സംഭവിച്ച സംഭവവികാസത്തിൻ്റെ ആ കാലയളവിലാണ്, ഇസ്രാ മിഅ്റാജിൻ്റെ ഘട്ടത്തിലാണ് ഈ സൂറത്ത് അവതരിക്കുന്നത്. അപ്പോൾ മക്കയിൽ അവതരിക്കുന്നതാണ്. ആ വർഷം നിബിധങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള വർഷമാണ്. നിബിധങ്ങൾ പ്രബോധന ദൗത്യം ഏകദേശം 10-12 വർഷം കഴിഞ്ഞപ്പോഴുള്ള ആ ഘട്ടം, ഹിജ്റയ്ക്ക് തൊട്ട് മുമ്പുള്ള സമയം, വല്ലാത്ത ഒരു ആമുൽ ഹുസ്ൻ എന്ന് ഒക്കെ ചരിത്രത്തിൽ പറയപ്പെടുന്ന നിബിധങ്ങൾക്ക് മാനസികമായി വളരെ വിഷമമുണ്ടാക്കിയ ഒരു കാലഘട്ടമാണ്. ആ വിഷമത്തിൻ്റെ കാരണം ഒരു വർഷം തന്നെയാണ് നബിയുടെ താങ്ങും തണലുമായിരുന്ന അബൂ ത്വാലിബ് എന്ന പിതൃവ്യൻ മരണപ്പെടുന്നത്. എല്ലാ അർത്ഥത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സകല പിന്തുണയിൽ കൊടുത്തിരുന്ന, ഇതിനുള്ള ആശ്രയമായിരുന്ന ബഹുമാനപ്പെട്ട ഖദീജ ബീവി വഫാത്താകുന്നത്. അതുപോലെ തന്നെ പ്രബോധന ദൗത്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയപ്പോൾ നിബിധങ്ങൾക്ക് നേരിടേണ്ടി വന്ന പീഡനങ്ങളൊക്കെ നമുക്കെല്ലാം അറിയാം. ആ പീഡനങ്ങൾക്കിടയിൽ ശാരീരികമായ വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, സാമ്പത്തികമായ തിരിച്ചടികൾ, അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഏറ്റവും അടുത്ത തൻ്റെ ആശ്രയമായിരുന്ന 2 വ്യക്തികളുടെ വേർപാട്, ഇതൊക്കെ നിബിധങ്ങൾക്ക് വല്ലാത്ത മാനസിക സംഘർഷമുണ്ടാക്കിയ, വിഷമമുണ്ടാക്കിയ സമയമാണ്. ഈ സമയത്ത് തന്നെയാണ് ത്വായിഫിലേക്ക് പ്രബോധന ദൗത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്നതും അവിടെ നിന്ന് വളരെ ദാരുണമായ ഒരു അനുഭവം ഉണ്ടാവുകയും അത് സ്വീകരിച്ചില്ലായെന്ന് മാത്രമല്ല, നിബിധങ്ങളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തതിൻ്റെയൊക്കെ പശ്ചാത്തലം. അപ്പോൾ നിബിധങ്ങൾ വല്ലാതെ വിഷമിക്കുന്ന ഈ ഘട്ടത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും പടച്ചു കൊടുക്കുകയും സമാശ്വസിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഈ ഇസ്രാ മിഅ്റാജ് എന്ന സംഭവം ഉണ്ടാക്കുന്നത് അപ്പോഴാണ്. അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമായിരുന്നു. അള്ളാഹു എന്നെ കൈവിട്ടോ, പടച്ചവനിൽ നിന്ന് ഒറ്റപ്പെട്ടോ എന്നൊക്കെ അത്തരം വിചാരങ്ങളെ വേണ്ടാത്ത വിധം നബിതങ്ങളുടെ പടച്ചവൻ അള്ളാഹുവിൻ്റെ സമക്ഷത്തിലേക്ക് നേരിട്ട് വിളിച്ച് സ്വീകരിച്ച്, അങ്ങനെ നിസ്കാരം, 5 വഖത്ത് നിസ്കാരം എന്ന വലിയ പാരിതോഷികം കൊടുത്ത് പറഞ്ഞയച്ച ഒരു മഹാസംഭവമാണ്. നബിതങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം ലഭിച്ച ഒരു
അതുപോലെ തന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ നിർണായകമായ സംഭവമാണ്. യുദ്ധങ്ങളുടെ ജീവിതത്തിൽ നിർണായകമായി സംഭവിച്ച സംഭവ വികാസങ്ങളുടെ പേര് ഖുർആനിലെ സൂറത്തുകൾ വരെയുണ്ട്. സൂറത്തുൽ ഫത്ഹ് മക്ക ഫത്ഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവതരിച്ചതാണ്. അതുപോലെ ഇൻശിഖാഖ്, ചന്ദ്രൻ പിളർന്ന സംഭവം ചരിത്രത്തിൽ പ്രധാന സംഭവമാണ്. അതിൻ്റെ പേര് ഖുർആൻ അധ്യായം തന്നെയാണ്. അതേപോലെ തന്നെ ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. അതിൻ്റെ പേരിലാണ് ഈ സൂറത്ത് ഉള്ളത്. ഏതായാലും ഈ സൂറത്ത് ഇത്തരത്തിലുള്ള പ്രാധാന്യങ്ങൾ ഇതിനുണ്ട് എന്ന് മനസ്സിലാക്കുക. ഒരു വർഷം മുമ്പ് മിഅ്റാജിനോടനുബന്ധിച്ച് ഉണ്ടായ അതുമായി ബന്ധപ്പെട്ട സൂറത്താണിത്. രാത്രിയുടെ ചെറിയൊരു അംശം കൊണ്ട് നബിതങ്ങൾ മക്കയിൽ നിന്നും മസ്ജിദുൽ ഹറാമിൽ നിന്നും ജെറൂസലേമിൽ 1200 കിലോമീറ്റർ വരുന്ന ജെറൂസലേമിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് പോവുകയും അവിടെ നിന്ന് പിന്നീട് മിഅ്റാജ് 7 ആകാശങ്ങൾ കടന്ന് സിദ്റത്തുൽ മുൻതഹയിലെത്തി റബ്ബുമായി മുലാഖാത്ത് നടത്തി തിരിച്ചു വരികയും ചെയ്തു എന്നൊരു വലിയ അമാനുഷിക സംഭവമാണ്. ഇത് സത്യത്തിൽ റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ നിർണായകമാണെന്ന് പറയാൻ കാരണം സത്യവിശ്വാസികൾ നബിതങ്ങളോടൊപ്പം വളരെ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും പ്രബോധനത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ അവർ ഉറച്ചു നിൽക്കുന്നവർ തന്നെയായിരുന്നു. അവരുടെ വിശ്വാസത്തിന് ഒന്നുകൂടി ബലം നൽകുന്നതിന് കൂടുതൽ ശക്തി പകരുന്നതിന് വേണ്ടി ആണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നത്. കാരണം അതിനെ തുടർന്ന് ചില ആളുകൾ 10-12 പേര് പുറത്തതായി പോയിട്ടുണ്ട്. യുദ്ധങ്ങളിൽ ഇത്തരം സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിക്കാനാകാതെ. അതേസമയം ശുദ്ധികളെന്നവരടക്കമുള്ള പ്രതികളെന്ന് പറഞ്ഞ് റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഞാൻ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിശ്വാസം കൊണ്ട് ശക്തമായി ഗൂഢമൂലമാക്കിയ സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. ശുദ്ധികളെന്നാവുന്ന ശുദ്ധിയ എന്ന പേര് വന്നതുപോലും ഇതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു എന്ന് പറയുന്നത്. ഏതായിരുന്നാലും അങ്ങനെ സത്യവിശ്വാസികളുടെ ഈമാൻ വർദ്ധിപ്പിക്കുവാനും അതുപോലെ തന്നെ ദുർബല വിശ്വാസികൾക്ക് അത് അവരെ തിരിച്ചറിയുവാനും ഒക്കെ ഉള്ള സംഭവമായിട്ട് ഇത് മാറിയതാണ്. വൈബിയായിട്ട് പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കൽ അത് ഇസ്ലാമിൻ്റെ വിശ്വാസ പ്രമാണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഒരു കാര്യം ഒരാൾക്ക് ഇങ്ങനെ മറഞ്ഞ കണ്ണിൽ കാണാത്ത ഒരുപക്ഷെ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ വിശ്വസിക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ അവരെങ്ങനെയാണത് കൈകാര്യം ചെയ്യുക എന്നുള്ളതിനൊരു പരീക്ഷണം കൂടിയായിരുന്നു സത്യത്തിൽ മിഅ്റാജ്. അപ്പോൾ ഈ സൂറത്ത് ഇത്തരത്തിൽ പ്രാധാന്യമുള്ളതാണ്. ഇത് മാത്രം ഇസ്രാ മിഅ്റാജ് മാത്രമല്ല എന്ന് ഇതിൽ പ്രതിപാദിക്കുന്നത് കൂടി മനസ്സിലാക്കുക. ഇതിനകത്ത് പ്രതിപാദ്യ വിഷയം ഇസ്രാവുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ് തുടക്കത്തിലുള്ളത്. എന്നാൽ അത് മാത്രമല്ല, ഇതിൽ താക്കീതുകൾ ഒരുപാടുണ്ട്, ഉത്ബോധനങ്ങളുണ്ട്, അധ്യാപനങ്ങളുണ്ട്. ഇതെല്ലാം കൂടി സമഞ്ജസമായിട്ട് ഇതിൽ സമ്മേളിച്ചിട്ടുണ്ട്. താക്കീതുകൾ ബനൂ ഇസ്രായേലിലായിട്ടുള്ള മൂസാ നബിയുടെ കാലത്തെ ജനതയുടെ അനുഭവങ്ങൾ അതെല്ലാം പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്നവർക്ക് ലഭിക്കാൻ ഇടയുള്ള പ്രത്യാഘാതങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തി യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ആളുകളായി മാറണമെന്ന് ഉത്ബോധിപ്പിക്കലാണ് ഉത്ബോധനം. അതാണ് ഈ ഇതിൽ പറഞ്ഞിട്ടുള്ള ഉത്ബോധനങ്ങളുടെ സത്യതാണ്. അതേപോലെ തന്നെ അവരുടെ താക്കീതുകൾ ഈ ബനൂ ഇസ്രായേൽ ഇത് ലഭിച്ച അത്തരം അവരുടെ അനുഭവങ്ങൾ വെച്ചിട്ട് താക്കീത് ചെയ്തു. അതുപോലെ തന്നെ ചില ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഉപദേശങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യന് ജയപരാജയങ്ങൾ, സൗഭാഗ്യ ദൗർഭാഗ്യങ്ങളൊക്കെ നിലകൊള്ളുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് വളരെ മനോഹരമായി ചില നിർദ്ദേശങ്ങൾ ഈ സൂറത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അധ്യാപനങ്ങൾ പറയുന്നത്. ഈ അധ്യാപനങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നാഗരിക വ്യവസ്ഥ കെട്ടിപ്പടുത്തു. നമുക്കറിയാം, ഇതിനെ തുടർന്ന് ഉടനുണ്ടാകുന്നത് പിന്നെ ഹിജറയാണ്. ഈ ഇസ്രാ മിഅ്റാജിനെ തുടർന്ന് പിന്നെ സംഭവിക്കുന്നത് മദീനയിലേക്കുള്ള പലായനമാണ്, ഹിജറയാണ്. ആ ഹിജറ എന്നുള്ളത് പിന്നീട് ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ നാഴികക്കല്ലാണ്. അതൊരു പുതിയൊരു മാറ്റമാണ്. അപ്പോൾ ഇനി പുതിയൊരു നാഗരികത തുടങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു മുന്നൊരുക്കം എന്ന രീതിയിൽ തന്നെ ഈ സംഭവത്തെ കാണുമ്പോൾ, ഇത്തരം ഈ സന്ദർഭത്തെ കാണുമ്പോൾ ഈ സന്ദർഭത്തിൽ അവതരിച്ചിട്ടുള്ള ഈ സൂറത്തിൽ ഇങ്ങനെ ഏത് ഒരു നല്ലൊരു നാഗരികത കെട്ടിപ്പടുക്കുന്നതിന് ആവശ്യമായിട്ട് എന്തൊക്കെ വേണോ അതിനെക്കുറിച്ചുള്ള പ്രതിപാദ്യങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള, അതേപോലെ തന്നെ മറ്റ് വിഷയങ്ങളും ഇതിൽ ഉണ്ട്. അതായത് സത്യത്തിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നതിൻ്റെ അനിവാര്യതയും ഒക്കെ വിവരിച്ചു കൊണ്ടുള്ള ഒരു അധ്യായമാണ് ഈ സൂറത്തുൽ ഇസ്രാ എന്ന അധ്യായം. അപ്പോൾ അതുകൊണ്ട് ആമുഖമായി ഈ സൂറത്തിനെ കുറിച്ച് ഈ തരത്തിൽ നാം മനസ്സിലാക്കണം. നാം കൂടുതൽ
പറയാം. അത്യാവശ്യം എല്ലാവർക്കും അറിയാം ഇസ്രായേൽ എന്താണ്, മെഹറാജ് എന്താണ്, പ്രാധാന്യം എന്താണ് എന്നൊക്കെ. ഏതായാലും ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഈ സൂറത്ത് ആരംഭിക്കുകയാണ്. നമുക്ക് നേരെ സൂറത്തിലേക്ക് കടക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സൽ ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. ആയത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ്? അതായത് നമ്മൾ ജലാലൈനി ആണ് അടിസ്ഥാനമായിട്ട് ഓതുന്നത്. കൂടുതൽ വിശദീകരണങ്ങളിലെടുത്ത് റെഫറൻസുകൾ നാം അവലംബിക്കും. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദൈനാ വലിമുസ്വന്നിഫി ഹാദൽ കിതാബ് വലിജമീഇൽ മുസ്വന്നിഫീന സ്വാലിഹീൻ വലമൻ അലാനാ വലിജമീഇൽ മുഅ്മിനീൻ. നോക്കുക, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ. സുബ്ഹാനല്ലദീ, ഒരുത്തൻ എത്ര വിശുദ്ധനാണ്. അല്ലദീ അസ്റാ ബിഅബ്ദിഹി. അസ്റ അറിയാം എന്താണ്? അസ്റ രാത്രിയിൽ സഞ്ചരിച്ചു എന്നാണ്. അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ. തൻ്റെ അടിമയെയും കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദ് അൽ അഖ്സയിലേക്ക് രാപ്രയാണം നടത്തിയവൻ എത്ര വിശുദ്ധൻ, എത്ര പരിശുദ്ധൻ. സുബ്ഹാൻ അല്ലദീ അസ്റാ ബിഅബ്ദിഹി അൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു. മസ്ജിദുൽ അഖ്സ ഇങ്ങനെയുള്ളതാണ്. അല്ലദീ ബാറക്നാ ഹൗലഹു. അതിൻ്റെ ചുറ്റും നാം ബറക്കത്ത് ചെയ്തിരിക്കുന്നു, അനുഗ്രഹം ചെയ്തിരിക്കുന്നു. ലിനുരിയഹു മിൻ ആയാതിനാ. എന്തിനാണ് ഇങ്ങനെ രാപ്രയാണം നടത്തിയത്? മക്കയിൽ നിന്ന് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പ്രവാചകൻ രാത്രിയിൽ കൊണ്ടുപോയത് എന്തിനാ? ലിനുരിയഹു, ആ പ്രവാചകർക്ക് നാം കാണിച്ചു കൊടുക്കാൻ വേണ്ടി. മിൻ ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, അല്ലാഹു സമീഉൽ ബസീറുമാണ്. ആയത്തിൻ്റെ നേരെ അർത്ഥം ഇതാണ്. അതിൻ്റെ ആശയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. സൂറത്ത് മക്കിയാണെങ്കിൽ ആയാത്ത് ഈ ചില ആയത്തുകൾ ഒഴിച്ച് 26, 32, 57, 73, 70 വരെയുള്ള 80 വരെയുള്ള ആയത്തുകൾ ഒഴിച്ച് അതൊക്കെ മദനീയത്താണ്. അപ്പോൾ ഒരു സൂറത്തിൽ തന്നെ മദനീയത്തും മക്കിയത്തുമായിട്ടുള്ള ആയത്തുകൾ ഉണ്ടാകും. കൂടുതൽ ആയത്ത് ഏതാണോ അതനുസരിച്ചിട്ടാണ് ആ സൂറത്തിനെ പറയുന്നത്. മക്കിയായ ഒരു സൂറത്ത് പറഞ്ഞാൽ അതിൻ്റെ ഫ്രം ബിഗിനിങ് ടു എൻഡ് അത് മക്കിയ ഹിജ്റയ്ക്ക് മുമ്പ് അവതരിച്ചതാണ് എന്നല്ല. അതിൽ തന്നെ കുറച്ച് ആയത്തുകൾ, ഏതാനും ആയത്തുകൾ മദനീയത്തായിട്ടും ഉണ്ടാകും, ഹിജ്റയ്ക്ക് ശേഷം അവതരിച്ചതും ഉണ്ടാകും. ഏതായാലും ഈ സൂറത്ത് ബേസിക്കലി മക്കിയത്താണ്. ചില ആയത്തുകൾ അതിൽ മദനീയത്തുണ്ട്. 111 ആയത്തുകളാണ് ഇതിലുള്ളത്. അപ്പോൾ നമ്മൾ ആയത്തിൻ്റെ അർത്ഥം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇനി നോക്കുക തഫ്സീർ. സുബ്ഹാനഹു തൻസീഹ് അല്ലദീ അസ്റാ ബിഅബ്ദിഹി. വിശുദ്ധനാണ് അല്ലാഹു. എങ്ങനെയുള്ള പടച്ചവനാണ്? അസ്റാ ബിഅബ്ദിഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിബിധങ്ങളെയും കൊണ്ട് രാപ്രയാണം നടത്തി. ലൈലൻ എന്ന് പറഞ്ഞ രാത്രി. ഇവിടെ ലൈലൻ എന്നുള്ളത് നുസിബാണ് ലർഫിൻ്റെ പേരിൽ നസ്ബ് ചെയ്യപ്പെടും. ഇസ്റാ സീറുല്ലൈൽ والإسراء. ما فائدة ذكر الإشارة من التنكير؟ ليلا هو نكرة، هي نكرة. ما فائدة ذكر الإشارة بالتنكير؟ فائدة ذكر الإشارة بالتنكير لتقليل مدته. ليلا എന്ന് പറഞ്ഞാൽ രാത്രിയിൽ നിന്ന് അല്പസമയം എന്നൊരർത്ഥമാണ്. അപ്പോൾ ഇവിടെ ആ ഒരു തഖ്ലീൽ മുദ്ദ കാണിക്കാൻ വേണ്ടി വളരെ കുറഞ്ഞ സമയം ഉപയോഗിച്ചിട്ടാണ് രാത്രി നബി പോയി ഉണരുന്നതിന് മുമ്പ് തിരിച്ചെത്തിയതാണ്. 1200 കിലോമീറ്റർ ഉണ്ട് മക്കയിൽ നിന്ന് ജെറൂസലമിലേക്ക്. അവിടെയാണല്ലോ ബൈത്തുൽ മുഖദ്ദസ് ഉള്ളത്. അപ്പോൾ ആ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് ഈ പോയത്. ഇപ്പോഴാണ് അത് അത്ഭുതമാകുന്നത്. ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു കാര്യം. ഓൾറെഡി യുദ്ധങ്ങളെ നിഷേധിച്ചും പരിഹസിച്ചുമൊക്കെ യുദ്ധങ്ങളുടെ ദൈവത്തോട് പ്രതികരിച്ചിട്ടാണ് മക്കയിലുള്ള ആളുകൾ പറയുന്നതൊക്കെ അത്ഭുതങ്ങളാണ്, അല്ലെങ്കിൽ കെട്ടുകഥകളാണ്. നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ചൊക്കെ അതൊക്കെ വെറും കെട്ടുകഥകളാണ് എന്ന് പറഞ്ഞ് പരിഹസിച്ചിരുന്ന ആളുകൾക്കിടയിലേക്കാണ് കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും ദൂരം സഞ്ചരിച്ചു. മാത്രവുമല്ല, മിഅ്റാജ് എന്ന ആകാശ
എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പരിഹാസം കൂടുകയാണ് കുറയുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം. വല്ലാത്ത പരിഹാസം തീക്ഷ്ണമാവുകയാണ് സത്യത്തിൽ. അത്ഭുതമായി ഇങ്ങനെയൊക്കെ സംഭവിക്കുക. പലരും ഇങ്ങനെ പറയാൻ തുടങ്ങി, മുഹമ്മദ് ഇങ്ങനെ വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് സ്വീകാര്യോഗ്യമല്ലാതിരിക്കാൻ അവൻ്റെ യുക്തി പറയുന്നു, മനുഷ്യൻ്റെ യുക്തി. അതാണ് 12 ആളുകൾ കൊടുത്തില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ, ഇത്രത്തോളമൊക്കെ സാധിക്കുമ്പോൾ, ഇന്നുള്ള യാത്രാ സൗകര്യങ്ങൾ പോലും ഇല്ലാതിരുന്നതെന്ന് വെച്ചാൽ ചിന്തിക്കാൻ പോലും കഴിയാതിരുന്ന കാലഘട്ടത്തിലാണ് നോക്കണം. അപ്പോഴാണ് പിന്നെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അവിശ്വസനീയമായിട്ട് തോന്നാം. വിശ്വസനീയമായിട്ട് തോന്നേണ്ടതില്ല എന്നുള്ള മറുപടി പടച്ചവൻ പറയുകയാണ്, സുബ്ഹാൻ, ഇതൊക്കെ നടത്തുന്ന അല്ലാഹുവാണ്. മനുഷ്യൻ അവൻ്റെ കഴിവിനനുസരിച്ച് ചെയ്യുന്നതല്ല, പടച്ചവൻ്റെ കഴിവാണ് പ്രകടമാവുകയാണ്. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നിടത്താണ് സുബ്ഹാനല്ലാഹ് എന്ന് പറയേണ്ടി വരുന്നത്. സുബ്ഹാനല്ലദീ, പടച്ചവൻ എത്ര വിശുദ്ധനാണ് എന്ന് പറയണമെങ്കിൽ അതിനെക്കുറിച്ച് ആ എന്തിൻ്റെ പശ്ചാത്തലത്തിലാണോ പറയുന്നത്, ആ പറയുന്ന കാര്യം പിന്നെ അത്ഭുതകരമായിരിക്കും. അത് അത്ഭുതകരമായതുകൊണ്ട് തന്നെയാണ് സുബ്ഹാന എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് സാധാരണ സംഭവമാണെങ്കിൽ അങ്ങനെ പറയേണ്ടതില്ലല്ലോ എന്നാണ് എക്സ്പ്ലനേഷൻ ഉണ്ടായത്. അതുകൊണ്ടാണ് ഈ രാത്രിയുടെ ചെറിയ അംശം കൊണ്ട് ഇത്ര വലിയ യാത്ര നടത്തിയവൻ എത്ര വിശുദ്ധനാണ് എന്ന് പറയുന്നിടത്ത് ശരിക്കും അത് അല്ലാഹുവിൻ്റെ ഖുദ്റത്തിനെ മനസ്സിലാക്കുമ്പോൾ അവിടെ അത്ഭുതം എന്ന് പറയേണ്ടത് അല്ലെങ്കിൽ അസാധ്യമാണ്. അത് പിന്നെ ഒരിക്കലും നടക്കുന്നതല്ല, സംഭവ്യമാണെന്നൊന്നും വിശ്വസിക്കാനുള്ള വകുപ്പൊന്നും ഇല്ല. സ്വാഭാവികം സംഭവിക്കാൻ സംഭവ്യമാണ്. എന്നിട്ട് പറയുന്നത് ബൈത്തുൽ മഖ്ദിസ് മുഖദ്ദസ് എന്നൊക്കെ പറയണം, രണ്ടും പറയാം, കുഴപ്പമില്ല. ഈ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധമാക്കപ്പെട്ട, എന്താണ് അതിന് വിശുദ്ധമാക്കപ്പെട്ട ഭവനം എന്ന് പറയില്ല. അള്ളാഹിൻ്റെ വീടുകളെല്ലാം വിശുദ്ധം തന്നെയാണ്. പിന്നെ എന്തിനാണ് ഈ പള്ളിയെ, ജെറൂസലേമിലെ ഈ പള്ളി ബൈത്തുൽ മുഖദ്ദസ് വിശുദ്ധമാണെന്ന് പറയുന്നത്? അതിന് പല വിശദീകരണം. എന്തിൽ നിന്നാണത് അതിൻ്റെ വിശുദ്ധി? എല്ലാവരുടെ ജന്മങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അതുപോലെ തന്നെ വിഗ്രഹങ്ങളിൽ നിന്നൊക്കെ വിശുദ്ധമാണ്. അതുകൊണ്ട് അതിന് അങ്ങനെ പറയുന്നതൊക്കെയാണ്. എന്തോ ആവട്ടെ, അതായത് ആ പള്ളിയുടെ പേര് എന്നുള്ള നിലയ്ക്ക് നമുക്കങ്ങനെ സ്വീകരിക്കാം. അത് പിന്നെ അത്ഭുതമാകുന്നതിന് മുഴുവൻ പിന്നെ ഒരുപാട് അകലെയാണ്. പറഞ്ഞു 1200 കിലോമീറ്ററുണ്ട്. ഈ ബൈത്തുൽ മുഖദ്ദസിനെ കുറിച്ച് അല്ലാഹു പറയുന്നത് അല്ലദീ ബാറക്നാ ഹൗലഹു, ചുറ്റുഭാഗത്തും അല്ലാഹു അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. ചുറ്റുഭാഗത്തും അല്ലാഹു അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. എങ്ങനെ? സിമാർ അൻഹാറുമുണ്ട്. അതിൻ്റെ ചുറ്റുഭാഗം മനോഹരമാണ്. അവിടെ പിന്നെ പഴങ്ങളാലും നദികളാലും ഒക്കെ പ്രകൃതി രമണീയമായ ഒരു ഇടമായി അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിച്ച ഒരു ഇടമായിട്ട് കാണിച്ചുകൊണ്ട് പറയാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങിയ സ്ഥലമാണ്. ഇത് ഭൗതികമായിട്ടുണ്ടോ ആത്മീയമായിട്ട് പറഞ്ഞ് മുബാറക്കത്തുണ്ട്. ആ സ്ഥലം മുബാറക്കാണ്. കാരണം പ്രവാചകന്മാർ ഒരുപാട് സ്പർശിച്ച മണ്ണാണ്, അവരെ സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ച മണ്ണാണ് ഈ ബൈത്തുൽ മുഖദ്ദസിന്. മധ്യേഷ്യ എന്ന് പറയുന്ന ഭാഗത്താണ് ബഹുഭൂരിഭാഗം പണ്ഡിതർ പിന്നെ പ്രവാചകന്മാർ ആഗതമായിട്ടുള്ളത്. ആ പ്രവാചകന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്ന മണ്ണ് എന്ന അർത്ഥത്തിന് മുതൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ച മണ്ണ് എന്ന് പറയാം. ഏതായിരുന്നാലും ആ പിന്നെ അനുഗ്രഹീത ഭൂമിയിലേക്ക്, വിശുദ്ധ മണ്ണിലേക്ക് പ്രവാചകരെ തമ്മിൽ ആ പ്രയാണം നടത്തി. എന്തിനു വേണ്ടി? യുരിയഹുമിനായാചന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ്. അല്ലാഹു കേൾക്കുന്നവനും കാണുന്നവനുമാണ്. എന്ത് കാണുന്നവൻ? കാണുക, കേൾക്കുക എന്ന് പറഞ്ഞാൽ ഇൽമില്ലേ, അറിവിൻ്റെ വളരെ പ്രധാനപ്പെട്ട 2 വഴികളാണ് കാഴ്ചയും കേൾവിയും. അപ്പോൾ കാണുന്നവനും കേൾക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തങ്ങളുടെ പ്രവർത്തനങ്ങൾ, പിന്നെ വാക്കുകൾ, ഇതെല്ലാം കൃത്യമായിട്ട് അറിയുന്നവനാണ് പടച്ചവൻ. അങ്ങനെ അതുകൊണ്ടാണല്ലോ പ്രവാചകരെ ഇസ്രാ കൊണ്ട് അനുഗ്രഹിച്ചത്. നിബിധങ്ങൾക്ക് ഇത് വലിയ അനുഗ്രഹമാണ്. ഇസ്രാ എങ്ങനെയാണ് അനുഗ്രഹമാകുന്നത്? ഇസ്രാ അല്ലേ, ഇസ്രാ ഒരുപാട് അമ്പിയാക്കളുമായി സംഗമിക്കാൻ നിബിധങ്ങൾക്ക് ഇസ്രായോട് കഴിയും. അറിയാലോ, ഹദീസിൽ പറയുന്നത് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഇസ്രായേൽ രാത്രി മസ്ജിദുൽ അഖ്സയിലെത്തിയിട്ട് ബൈത്തുൽ മുഖദ്ദസിലെത്തിയിട്ട് അവിടെ പ്രവാചകന്മാരോടൊപ്പം ഇമാമാറ്റുകൾ നിസ്കരിച്ചു. കഴിഞ്ഞുപോയ പ്രവാചകന്മാരുമായി സംഗമിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിച്ചു ഇസ്രായേൽ. അതുപോലെ തന്നെ മിഅ്റാജിലൂടെ ആകാശലോകത്തെ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ഇനിയും ഇതിൽ മരണത്തിന് ശേഷം സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മരണത്തിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ പോലും പടച്ച തമ്പുരാൻ കാണിച്ചു കൊടുത്ത അവസാനം വലിയ അനുഗ്രഹമായിട്ടുള്ള അള്ളാഹുമായിട്ടുള്ള മുനാജാത്ത്, പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യനും ദുനിയാവിൽ ലഭിച്ചിട്ടില്ലാത്ത സൗഭാഗ്യമാണ് പടച്ചവനെ നേരിട്ട് കാണാൻ കഴിയുക എന്നുള്ളത്. അത് സാധ്യമായി എന്നാണ്. അത് പടച്ചവൻ കാണിച്ചു കൊടുത്തു, സാധ്യമാക്കി കൊടുത്തു. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇസ്രാ മിഅ്റാജ് എന്നത് നിമിതങ്ങൾക്ക് ലഭിച്ച വലിയ അനുഗ്രഹമാണ്, വലിയ പടച്ചവനിൽ നിന്നുള്ള നിഅമത്താണ്. കാരണം ആ ഒരു സന്ദർഭം നിമിതങ്ങൾ ഒറ്റപ്പെട്ട സമയമാണല്ലോ, അമുൽ ഹുസ്നിൻ്റെത്. എല്ലാ നിലയ്ക്ക് ശാരീരികമായ പീഡനങ്ങൾ ഒരുപാട് ഏറ്റ സമയം, ഖദീജ ബീവിയെ നഷ്ടപ്പെട്ട സമയം, അബൂ ത്വാലിബ് നഷ്ടപ്പെട്ട സമയം, ഇവരൊക്കെയും നബിക്ക് എല്ലാ വിധത്തിലുള്ള സംരക്ഷണവും ആശ്രയവുമായിരുന്നവരാണ്. അവരൊക്കെ നഷ്ടപ്പെട്ടതിന് ശേഷം ഏകാന്തനായി പോകുമായിരുന്ന നബിയെ പടച്ച തമ്പുരാൻ ചേർത്ത് പിടിക്കുകയാണ്. വിഷമിക്കാതെ, ഞാൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് ചേർത്ത് പിടിച്ച് സകല സൗഭാഗ്യങ്ങളും കൊടുത്ത്, വലിയ അനുഗ്രഹങ്ങൾക്ക് അവസരങ്ങൾ കൊടുത്ത്, അങ്ങനെ ഈ ഇസ്രാ മിഅ്റാജ് അത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വലിയ സൗഭാഗ്യം തന്നെയായിരുന്നു. അതിലൂടെ പല കാര്യങ്ങളും അവിടെ ഉരുത്തിരിഞ്ഞു വരികയായിരുന്നു. സത്യാസത്യ വിവേചനം കൃത്യമായിട്ട് വരികയായിരുന്നു. ഏറ്റവും പ്രധാനമായി ഇനി മദീനയിലേക്ക് എത്തി അവിടെ ഒരു രാഷ്ട്ര സംവിധാനം, ഒരു സാമൂഹ്യ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിന് മുന്നേ ഉള്ള ഒരു മുന്നൊരുക്കം എന്നുള്ള നിലക്ക് തന്നെ ഒരു വലിയ ചരിത്രത്തിലെ ഒരു വലിയ പ്രാധാന്യം ഈ ഇസ്രാ മിഅ്റാജിന് ലഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും സവിസ്തരം ഈ സൂറത്തിൽ ഇത് പരാമർശിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന ദൗത്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നിർണായക ഘട്ടമായതുകൊണ്ട് ഒരു സൂറത്ത് ഈ പേരിൽ തന്നെ ഇറങ്ങുകയും ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ ഒരു ഹദീസ് വരികയാണ്. ആ ഹദീസിൽ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുന്നത്, ഈ ഇസ്രാ അതിൻ്റെ തുടക്കം എങ്ങനെയാണ്, പോയത് എങ്ങനെ, ഏത് രീതിയിൽ, എന്തെല്ലാം സംഭവിച്ചു, ആ ഇസ്രാ കഴിഞ്ഞതിന് ശേഷം പിന്നെ മിഅ്റാജ് എന്താണ്, അത് എങ്ങനെയാണ് ഓരോ ഘട്ടങ്ങളും കടന്ന് അള്ളാഹുവിലേക്ക് എത്തിയത്, മുലാഖാത്ത് നടത്തിയത്, എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്ന ദീർഘമായ ഹദീസുണ്ട്. ആ ഹദീസ് നമുക്കതിലിപ്പോൾ തുടങ്ങിയാൽ അത് സമയത്തിലൂടെ അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തൽക്കാലം നമ്മളിപ്പോൾ അത് തുടങ്ങുന്നില്ല, അടുത്ത ദിവസത്തേക്ക് വെക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയിലുണ്ടാകണം. ഈ ഒരായത്തെ നമ്മൾ എടുത്തിട്ടുള്ളൂ എങ്കിലും പ്രാഥമികമായി ഇസ്രാ മിഅ്റാജ് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതിൻ്റെ പ്രാധാന്യം എന്താണെന്നതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിലും റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിലും ഇതിനുള്ള പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനെ തുടർന്ന് ഇതിന് ശേഷം വരുന്ന കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് പറയാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടിയ കാര്യങ്ങളും ഇനി മൂസാ നബിയുടെ ഖൗമുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ, മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.